ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള നല്ലൊരു ലെമൺ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ 2 ചെറുനാരങ്ങ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ ചെറുനാരങ്ങ 2 എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തോലോട് കൂടെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കയ്പ്പുണ്ടാവും. അതില്ലാതിരിക്കാനാണ് തോല് കളഞ്ഞത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുതിനയിലയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ 2-3 ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടൻസ് മിൽക്കാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി കണ്ടൻസ് മിൽക്കും പകുതി പഞ്ചസാര യൂസ് ചെയ്യാം. കണ്ടൻസ് മിൽക്ക് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നത്. ഇതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒന്ന് ബ്ലെൻഡായി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ അരിച്ചെടുക്കണം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള നല്ലൊരു ലെമൺ ജ്യൂസാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല ഡ്രിങ്കാണ്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.